തിരുവനന്തപുരത്ത് റോട്ടിലൂടെ ഒരു ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ബസ്സിന്റെ പിറകിലെ സീറ്റില് ഒരു പെൺകുട്ടി ഇങ്ങനെ കരഞ്ഞിരിക്കുന്നുണ്ട്. അവളുടെ ഫോണുണ്ട് അവളുടെ കയ്യിൽ. അവൾ വിതുമ്പി കരയാണ്. ആ കരച്ചിലിന് ഒറ്റ കാരണമേ ഉള്ളൂ, അവൾ ഇത്ര നേരവും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക്. അവൻ തിരിച്ചൊരു മെസ്സേജ് അയക്കുന്നില്ല. അവൾ അയക്കുന്ന മെസ്സേജൊക്കെ അവൻ കാണുന്നുണ്ട്, കണ്ടിട്ട് പോലും ഒരു മെസ്സേജ് പോലും തിരിച്ചയക്കുന്നില്ല. അവന്റെ അവഗണനയാണ് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടേയാണ് ആ യാത്രയുള്ളത്. ബസ് ഏകദേശം RCCയുടെ അടുത്തെത്തി. റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ അടുത്തെത്തി. അവളുടെ തൊട്ടു മുന്നിലെ സീറ്റിൽ നിന്ന് ഒരമ്മ എഴുന്നേറ്റു. ആ അമ്മയുടെ തോളില് ഒരു കുട്ടിയുണ്ട്, ഉറങ്ങുന്നു. ആ കുട്ടിയുടെ തല മുട്ടയടിച്ചിട്ടുണ്ട്. ആ തലയിൽ നീല വരകൾ കൊണ്ട് ഏതാനും അടയാളപ്പെടുത്തലുകളുമുണ്ട്. ആ കുട്ടിയെയും കൊണ്ടാണ് അമ്മ RCCയുടെ അകത്തേക്ക് കീമോതെറാപ്പിക്ക് വേണ്ടി പോകുന്നത്. ആ കാഴ്ച കണ്ട ശേഷം ഇനി അവൾക്ക് അറിയാൻ പാടില്ല. അത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നതൊന്നല്ല വലുത്. വലിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ മനസ്സ് വല്ലാതെ പിടയുമ്പോൾ, വലിയ കാര്യങ്ങളുടെ പേരിൽ വല്ലാതെ കരയുന്ന മനുഷ്യനെ പോയി കാണാൻ നമ്മുടെ ദീന് പറയുന്നത് അതുകൊണ്ടാണ് രോഗിയെ പോയി കാണാനും വേദനിക്കുന്നവരെ തേടിയിറക്കാനുമൊക്കെ നമ്മളോട് പറയുന്നത് എന്തിനാ? നമ്മുടെ സങ്കടങ്ങളൊക്കെ സങ്കടങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതൊന്നും വലുതല്ല എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിലേറെ വലുത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണണം. ദുഃഖങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദുഃഖിക്കുന്നവരെ കാണുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നതൊന്നുമല്ല വലുത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ആ അർത്ഥത്തിൽ മരണത്തെക്കുറിച്ച് ഒരാൾ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ ജീവിതവും മാറും. അതുകൊണ്ടാണ് ഖുർആൻ ഇത്രയേറെ ആവർത്തി മരണത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. പരലോകത്തെക്കുറിച്ച് എന്തിനാ പറയുന്നത് നമുക്കറിയാം, കാരണം അത് നിഷേധിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ മരണത്തെക്കുറിച്ച് ഇത്രയേറെ പറയുന്നത് എന്തുകൊണ്ടാണ്? മരണത്തെ ആരും നിഷേധിക്കുന്നൊന്നുമില്ലല്ലോ. എന്നിട്ട് എന്തിനാണ് ഇത്രയേറെ ആവർത്തിച്ച് ആ കാര്യം പറഞ്ഞു തരുന്നത്? നമ്മളത് മറന്നു പോകുന്നത് കൊണ്ടാണ്. ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു വിദ്യാർത്ഥി വന്നിട്ട് പറയുന്നുണ്ട്, ഗുരു ഇത്രയും വലിയ ഭക്തിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഗുരു ഇയാളെങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് അധിക കാലം ആയുസില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏറിയാലൊരു 2 ആഴ്ച അത്രയ്ക്കേ ഉള്ളൂ. ഏറിയാൽ ഒരാഴ്ച അത്രയ്ക്കേ ഉള്ളൂ. ഇയാളാകെ പിടിച്ചു. ഇയാൾ നേരെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ആകെ 168 മണിക്കൂറുള്ള ഇയാളുടെ കയ്യിൽ. ഇയാൾ ആകെ ആകുലനായി പോവുകയാണ്. 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇയാള് ഗുരുവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് ഗുരുവിന്റെ മുന്നിലിരിക്കുമ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, 2 ദിവസങ്ങൾ കൊണ്ട് എന്തൊക്കെ പാപങ്ങൾ ചെയ്തു? പാപങ്ങളോ? പാപങ്ങളെ കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല ഗുരു. ഞാൻ ഓരോ ആളുകളെയും ചെന്ന് കാണായിരുന്നു. ഞാൻ ഒരുപാട് ആളുകളെ ദ്രോഹിച്ചിട്ടുണ്ട്, അവരോടൊക്കെ മാപ്പ് പറഞ്ഞു. എനിക്ക് എന്തൊക്കെ ഈ ലോകത്ത് നന്മ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കിയിട്ടില്ല ഗുരു. അപ്പൊ ഗുരു പറഞ്ഞു കൊടുത്തു, എനിക്ക് നിങ്ങളെ മരിക്കുന്ന കാര്യം എനിക്കറിയില്ല, അതൊക്കെ പഠിച്ചോനെ അറിയുള്ളൂ. പക്ഷെ നിങ്ങൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ ആ ചോദ്യത്തിന് ഒരു ഉത്തരമാണ് നിങ്ങൾക്ക് തന്നത്. നിങ്ങളുടെ മരണം പഠിച്ചുകൊണ്ട് കഴിയില്ലാണ്. എനിക്ക് നിങ്ങളോട് ഉത്തരം പറയാനുള്ളൂ. മരണത്തെക്കുറിച്ചുള്ള ജാഗ്രത ജീവിതത്തെക്കുറിച്ചുള്ള ജാഗ്രതയാണ്. മരണത്തെക്കുറിച്ചുള്ള ജാഗ്രത ആയുസ്സിനെ കുറിച്ചുള്ള ജാഗ്രതയാണ്. മരണത്തെക്കുറിച്ചുള്ള ജാഗ്രത ഓരോ സെക്കൻഡിനെ കുറിച്ചുമുള്ള ജാഗ്രതയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒറ്റ പ്രാവശ്യം ഉള്ളൊരു യാത്രയാണ് ഈ ഭൂമിയിലൂടെ നമുക്ക്. പിന്നെ ഈ വഴിക്ക് നമ്മൾ തിരിച്ചു വരില്ല. ഒറ്റ പ്രാവശ്യമുള്ളൂ. ഈ നടന്നുപോക്കിനെ, ഈ ആയുഷ്കാലത്തെ ഒരാൾ എങ്ങനെ മനോഹരമാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മ ഇങ്ങനെ കൂടിക്കൂടി വരിക ചെയ്യും. നമ്മുടെ ഉമ്മ നമ്മളെ ഗർഭം ധരിക്കുന്നു, ആ നിമിഷം മുതൽ നമ്മളെക്കുറിച്ചുള്ള ഓർമ്മ ഇങ്ങനെ കൂടിക്കൂടി വരിക ചെയ്യും. നമ്മുടെ മോൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കൊക്കെ ഗർഭമുണ്ടായാൽ എന്താ, ഓരോ മാസവും ആ ഓർമ്മ കൂടിക്കൂടി വരിക ചെയ്യുക. അകത്തിരിക്കുന്ന കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകളും സംസാരവും അധികമായി വരിക ചെയ്യുക. എങ്ങനെയായിരിക്കും, ആണാണോ പെണ്ണാണോ, ആരുടെ രൂപമായിരിക്കും, അല്ലെ? ഈ ഓർമ്മകൾ ഇങ്ങനെ കൂടിക്കൂടി വരിക ചെയ്യുക ഓരോ മാസം കഴിയുമ്പോഴും.
പക്ഷെ നമ്മളിവിടുന്ന് പോയാലോ ഓരോ മാസം കഴിയുമ്പോഴും ഈ ഓർമ്മ കുറഞ്ഞു കുറഞ്ഞു വരിക ചെയ്യും. നമ്മളൊക്കെ വിചാരിച്ചിരുന്നില്ലേ അവരൊക്കെ പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കുകയാണ്? എന്നിട്ട് നമ്മൾ ജീവിച്ചില്ലേ? എത്ര പ്രിയപ്പെട്ടവരുടെ ഖബറിന്റെ നേരെ മണ്ണുവാരി എറിഞ്ഞവരാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ ജീവിച്ചിട്ടില്ലേ? സന്തോഷിച്ചിട്ടില്ലേ? ചിരിച്ചിട്ടില്ലേ? ആഘോഷിച്ചിട്ടില്ലേ? അത്രയേ ഉള്ളൂ. നമ്മളിവിടുന്ന് പോയാലും ഇതൊക്കെ നടക്കും. പിന്നെ നമുക്കെന്താ ചെയ്യാനുള്ളത്? നമ്മുടെ ഡ്യൂട്ടി ചെയ്യാനുള്ളത്. നമ്മളിവിടുന്ന് പോയാൽ നമ്മളെ മറക്കുന്നവരാ ബാക്കിയുള്ളവരൊക്കെ. അവർക്ക് വേണ്ടിയാണോ നമ്മളെ ഒരിക്കലും കൈവിടാത്ത ഒരാളെ നമ്മൾ മറന്നു പോകുന്നത്? ഈ ചോദ്യം എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ നിരന്തരമായി അലയൊലി കൊള്ളേണ്ട ഒരു ചോദ്യമാണ്. നമ്മളിവിടുന്ന് പോയാലും ഈ ലോകം ഇങ്ങനെയൊക്കെ ബാക്കിയാവും. നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകള് കുറഞ്ഞു കുറഞ്ഞു വരികയുമാണ് ചെയ്യുക. അപ്പൊ എന്താണ് ഈ ആയുസ്സിന്റെ അർത്ഥം? അതാണ് നേരത്തെ നമ്മൾ ഓതി വെച്ചത്. ബല മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിൻ. സൽക്കർമ്മ നിരതനായി ആരാണോ തന്റെ ജീവിതം അള്ളാന്റെ നേർക്ക് തിരിച്ചു വെച്ചത്, തന്റെ മുഖം അള്ളാഹുവിന്റെ നേർക്ക് ആരാണോ തിരിച്ചു വെച്ചത്, ഫലഹു അജ്റുഹു, അവർക്കതിനുള്ള പ്രതിഫലം നൽകപ്പെടുക തന്നെ ചെയ്യും. ആരുടെ അടുത്ത്? ഇൻദ റബ്ബിഹി, അവരുടെ രക്ഷിതാവിന്റെ അടുത്ത്. മാത്രമല്ല അവർക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഏതാണ് രണ്ട് കാര്യങ്ങൾ? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിയുണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല. ഭൂമിയിലും വരാനിരിക്കുന്ന ലോകത്തും. ഈ ലോകത്ത് അവർക്ക് പേടിയില്ല, സങ്കടമല്ല എന്ന് പറഞ്ഞാല് കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള സങ്കടമല്ല, വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള പേടിയില്ല. വരാനിരിക്കുന്ന ലോകത്തോ അവിടെയും അവർക്ക് പേടിയില്ല, സങ്കടമില്ല, അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്താണ് അവരുടെ പ്രത്യേകത? ജീവിതത്തെ അവർ അർത്ഥവത്താക്കി, നല്ല കർമ്മങ്ങൾ കൊണ്ട് അർത്ഥവത്താക്കി. ഒരു ഗുരുവിന്റെ അടുത്ത് വന്നിട്ടൊരു വിദ്യാർത്ഥി പറയുന്നുണ്ട്, ഒരു സമയം തികയുന്നില്ല ഒന്നിനും, ആകെ ഒരു ചെറിയ ആയുസാണ്, കർമ്മങ്ങൾക്കൊന്നും സമയം തികയുന്നില്ല. അപ്പൊ ഗുരു ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ ഒരു പാത്രം കൊടുത്തു. എന്നിട്ട് എങ്ങനെയെങ്കിലും അതൊന്ന് നിറക്കാൻ വേണ്ടി പറഞ്ഞു. പെട്ടെന്ന് അതൊന്ന് നിറക്കാൻ പറഞ്ഞു. ഇയാൾ വേഗം വലിയ രണ്ട് കല്ല് കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് ഇട്ടു. നിറഞ്ഞു. അപ്പൊ ഗുരുവിന് കാണിച്ചു കൊടുത്തു, നിറഞ്ഞു എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, നിറഞ്ഞിട്ടില്ലല്ലോ, അതിലിനിയും ഒരുപാട് ഇടങ്ങളുണ്ട്, ഒരുപാട് ഇടങ്ങൾ ബാക്കിയുണ്ട്, സ്പേസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ മണലൊക്കെ വാരി ഇട്ട് നോക്കുക അതിനകത്തേക്ക്. കുറച്ച് ചരലിടുക, പിന്നെ കുറച്ച് മണലിടുക, അപ്പൊ കുറച്ചുകൂടി സ്ഥലം അതിനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അതേപോലെ തന്നെ അയാൾ കുറച്ചുകൂടി ചരലിട്ടുള്ള സ്ഥലത്തൊക്കെ അവസാനം കുറച്ച് മണലോടി വാരിയിട്ടു. ധാരാളം സ്ഥലം ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ ഗുരു പറഞ്ഞു കൊടുത്തു, സമയത്തെ ഫലപ്രദമാക്കേണ്ടത് ഇങ്ങനെയാണ്. എന്തെങ്കിലും കൊണ്ടല്ല നടക്കേണ്ടത്, സൂക്ഷ്മമായാണ് നടക്കേണ്ടത്. രണ്ട് വിദ്യാർത്ഥികളുള്ളൊരു ഗുരുവുണ്ടായിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോ ആ രണ്ട് ആളുടെയും കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് ഗുരു പറഞ്ഞു, നിങ്ങളുടെ രണ്ടുപേരുടെയും റൂമില് എന്തുകൊണ്ടെങ്കിലും ഒന്ന് നിറക്കണം രാവിലെ. ഞാൻ രാവിലെ നിങ്ങളുടെ റൂമിലേക്ക് വരുമ്പോ റൂം നിറഞ്ഞു കാണണം എനിക്ക്. ആകെ കുറച്ച് പൈസയുള്ളൂ. ഒന്നാമത്തെ ആള് നേരെ ചന്തയിലേക്ക് പോയി ഏറ്റവും കുറഞ്ഞ പൈസ കൊണ്ട് കിട്ടുന്ന കുറെ വേസ്റ്റ് വാങ്ങിയിട്ട് റൂം നിറച്ചു. റൂം നിറയ്ക്കൽ സംഭവിച്ചു. മറ്റേയാളുടെ കയ്യിലും കുറച്ച് പൈസയുള്ളല്ലോ. അയാളും ഒരു ചെറിയ സാധനം വാങ്ങിയിട്ട് റൂം നിറച്ചു. ഗുരു പിറ്റേ ദിവസം രാവിലെ വരികയാണ്. ആദ്യത്തെ ആളുടെ റൂമിന്റെ അടുത്തേക്ക് പോകാൻ പോലും കഴിയുന്നില്ല, ദുർഗന്ധം കൊണ്ട്. പക്ഷെ മറ്റേ റൂമിലേക്ക് ചെന്നപ്പോഴോ അവിടെ ആകെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആകെ വെളിച്ചമാണ്. അയാൾ നിറച്ചത് വെളിച്ചമാണ്. ആയുസ്സിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതാണ്. എങ്ങനെ വേണമെങ്കിലും ഇതൊക്കെ ചെലവഴിക്കാം. സമയം എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാം. എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കാനുള്ള അധികാരം പഠിച്ചു നമുക്ക് തന്നിട്ടുണ്ട്. അള്ളാഹ് അതിൽ ഇടപെടില്ല. ശരി ഇതാണ് തെറ്റിതാണെന്ന് കാണിച്ചു തരും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യമൊക്കെ തരിക. നമ്മളെ കെട്ടിയിട്ടിട്ടൊന്നുമില്ല, നമ്മളെ സ്വതന്ത്രരാണ് പഠിച്ചവന്. തെരഞ്ഞെടുക്കാനുള്ള ഇസ്തിഹാറത്തിനുള്ള എല്ലാ അവസരം തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ ഈ ആയുസ്സിന്റെ റൂം നിറക്കണമെന്ന് നമ്മൾക്ക് ആലോചിക്കാവുന്നതാണ്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഅബുൻ വലഹുൻ വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൻ ലില്ലദീന യത്തഖൂൻ അഫലാ തഖിലൂൻ.
അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് കളിയും ചിരിയൊക്കെയാണ്. അങ്ങനെ തീർന്നു പോകും. വലദ്ദാറുൽ ആഖിറ, പക്ഷെ വരാനിരിക്കുന്നത് ഖൈർ, നല്ലതാണ്. ലില്ലദീന യത്തഖൂൻ, ഈ ജീവിതത്തെ സൂക്ഷ്മമായി നിറച്ചവർക്ക്. ജീവിതത്തിന്റെ മുറി ആരാണോ സൂക്ഷ്മമായി നിറച്ചത് അവർക്കാണ് വരാനിരിക്കുന്ന ലോകം ഉള്ളത്. ഭക്ഷണത്തിന്റെ കൂടെ നമ്മൾ അച്ചാറ് കൂട്ടാറുള്ളത് എങ്ങനെയാണ്? കുറച്ചേ കൂട്ടുള്ളൂ, ഒരു രുചിക്ക്, ഒരു പുളിക്ക്, അല്ലേ? ചോറിന്റെ സൈഡിലാ വെക്കുക. എന്നാൽ ചോറ് കഴിക്കുന്നതിലേറെ ഒരാൾ അച്ചാറ് കഴിക്കുകയാണെങ്കിലോ നമ്മൾ അയാൾ എന്താ വിളിക്കുക? അയാൾ അച്ചാറാണ് വാരി തിന്നുന്നത്. ചോറിടക്കിടക്ക് ഇങ്ങനെ മെല്ലെ രുചിച്ചു നോക്കുക മാത്രം ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ലഅബുൻ വലഹു എന്നൊക്കെ പറയുന്നത്. കളി തമാശയൊക്കെ ജീവിതത്തിൽ വേണം. അതിനൊന്നും ഇസ്ലാം നിരോധിച്ചിട്ടില്ല, നിയന്ത്രിക്കുകയാണ് ചെയ്തത്. ലാ തൻസാ നസീബക മിന ദുനിയ എന്ന് പറഞ്ഞ വേദഗ്രന്ഥമാണ് ഖുർആൻ. നിങ്ങൾക്ക് ഈ ലോകത്ത് ചിലതുണ്ട്, അതിനെ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ എന്ന് നമുക്ക് പറഞ്ഞു തന്ന ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാല് ഈ ലോകത്ത് ചിലതൊക്കെ ഉണ്ടത് ആസ്വദിക്കാനേ പറയുക, നിരോധിക്കുകയല്ല, നിയന്ത്രിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അച്ചാറ് പോലെ പാടുള്ളൂ ചിലത്. ആ അർത്ഥത്തിൽ ഒരാള് ജീവിതത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോ നിമിഷവും പുതിയതാണ്, ഒരു നിമിഷവും ആവർത്തിക്കുന്നില്ല. ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ ഓരോ അവസരങ്ങളുമാണ്. ഒരിക്കൽ കൂടിയുള്ള അവസരമാണ് ഓരോ ദിവസവും. ഒരിക്കൽ കൂടിയുള്ള അവസരത്തിന്റെ പേരാണ് ഓരോ ദിവസവും. ഒരു നിമിഷവും തിരിച്ചു വരുന്നില്ല. ചൈനയിൽ പറയാറുള്ള ഒരു പഴമൊഴി ഉണ്ടത്രേ, ഒരാൾക്ക് ഒരു പുഴയിൽ ഒരു പ്രാവശ്യം ഇറങ്ങാൻ പറ്റുള്ളൂ. ഒരു പുഴയിൽ ഒരാൾക്ക് എത്ര പ്രാവശ്യം ഇറങ്ങാൻ കഴിയും? ഒറ്റ പ്രാവശ്യം. പിറ്റേന്ന് വന്നിട്ട് അയാൾ ഇറങ്ങുമ്പോൾ പുഴ അതല്ല, വെള്ളം മാറിയിട്ടുണ്ട്, പഴയ വെള്ളമൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ട്. നിമിഷങ്ങൾ ഇതാണ്. നമ്മൾക്ക് ഒരു നിമിഷത്തിൽ ഒരു പ്രാവശ്യം ജീവിക്കാൻ കഴിയുന്നുള്ളൂ. അടുത്ത നിമിഷം മറ്റൊരു നിമിഷമാണ്. അത്രയേ ഉള്ളൂ. അവധിക്കാലാണല്ലോ. അവധിക്കാലത്തിൽ ആകെയുള്ള വിനോദങ്ങളിൽ ഒന്നെന്താണ്? വിരുന്നു പോലാണ്. നമ്മളൊക്കെ പോയിരുന്നില്ലേ? അവസാന പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുമ്പോ ഉമ്മമ്മയോ അമ്മാവനോ ആരെങ്കിലും ഉണ്ടാവും വീട്ടില്. അവരുടെ കൂടെ പോവാണ്. കുറച്ച് ഡ്രസ്സ് എടുക്കുന്നു, കുറച്ച് കളിപ്പാട്ടം എടുക്കുന്നു, അല്ലേ? എന്നിട്ട് പോയാലോ, ഉമ്മാന്റെ വീട്ടിലെത്തിയാലോ പിന്നെ പുസ്തകങ്ങളുടെയോ പഠനത്തിന്റെയോ തിരക്കുകളോ ഓർമ്മകളോ ഇല്ലാത്ത വിനോദങ്ങളുടെ കാലമാണ്. തോട്ടിലും തോടിലും പറമ്പിലും പാടത്തും കളിയാണ്, കളിച്ചുല്ലസിക്കുകയാണ്. അങ്ങനെ കളിച്ചുല്ലസിച്ച് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോ അവിടെ ഉണ്ടാവും നമ്മുടെ ഇക്കാക്കയോ ഉമ്മയോ ഉപ്പയോ. ഇങ്ങനെ വന്നത് പോകാൻ തിരിച്ചുണ്ടാകാമെന്നതാണ്. അവധിക്കാലം കഴിഞ്ഞു. അവരുടെ കൂടെ പോയേ പറ്റുള്ളൂ. കാരണം എന്താണ്? അവധിക്കാലത്ത് പാർത്ത വീട് നമ്മുടെ വീടല്ല. അതാണ്, വിരുന്ന് പാർത്ത വീടല്ല നമ്മുടെ വീട്. അങ്ങനെ ഒരു അവധിക്കാലത്തിലാണ് ഈ പറയണ ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ. ഒന്ന് കണ്ടു ചിമ്മി ആലോചിച്ചാല് ജീവിതം മാറിപ്പോകും. നമുക്ക് മനസ്സിലാവും നമ്മൾ വിചാരിച്ചതൊന്നല്ല വലുത് എന്ന്, നമ്മൾ ആലോചിക്കുന്നതൊന്നല്ല പ്രധാനമെന്ന്, നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ പിറകെ ഒന്നുമല്ല സത്യത്തിൽ ഓടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില ചെറിയ ചെറിയ വിചാരങ്ങളുണ്ട്. ആ വിചാരങ്ങളാണ് പ്രധാനം. മരണത്തെ ഒരാൾ മറന്നു തുടങ്ങുമ്പോൾ അയാളുടെ ജീവിതം അള്ളാഹുവിനെ മറന്നു തുടങ്ങും. അത്രയുള്ളൂ. മരണം, വേദനകൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ദുഃഖത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ അയാൾ ദുഃഖത്തെയും അയാളുടെ ജീവിതത്തിന്റെ അർത്ഥത്തെയും മറന്നുപോകും. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആയുസ് എന്ന ഒരൊറ്റൊരവസരം പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്തൊരു നടവഴിയിലാണ് ഞാനും നിങ്ങളുള്ളത്. ഈ നിമിഷങ്ങളെ, ഈ സമയത്തെ പഠിച്ചവൻ എന്താണോ അനുഗ്രഹങ്ങളായി തന്നത്, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇതിനെ ഉപയോഗിക്കുക. നല്ലതും ചീത്തയും ഉണ്ട് നമ്മുടെ ചുറ്റും. നല്ലതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ചീത്തയുള്ളത്. അധികം ദൂരത്തൊന്നുമല്ല. നമ്മുടെ ഉള്ളിലാണ് അതിനെ സംബന്ധിച്ചുള്ളൊരു ധാരണ രൂപപ്പെടേണ്ടത്. കമ്പ്യൂട്ടറിൽ നിന്നൊരു ഫയല് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ ചോദിക്കും വേണോ, ഡിലീറ്റ് ചെയ്യണോ? എന്നാലും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യും. എന്നാലും കമ്പ്യൂട്ടർ അത് കളയില്ല, റീസൈക്കിൾ ബിന്നിൽ പോയി കിടക്കും. അത്രയും സ്നേഹമാണ് നമ്മുടെ. വേണോ വേണോ എന്ന് ചോദിക്കുന്ന ഒരാൾ കമ്പ്യൂട്ടറിന്റെ അകത്തുള്ളത് പോലെ വേണോ വേണോ എന്ന് ചോദിക്കുന്ന ഒരാൾ നമ്മുടെ ഉള്ളിൽ വേണം.
ഇത് വേണോ, അത് വേണോ, ഇത് പറയണോ, അങ്ങോട്ട് പോകണോ എന്ന് ചോദിക്കുന്ന ഒരാൾ നമ്മുടെ ഉള്ളിൽ നിന്ന് രൂപപ്പെടേണ്ടതാണ്. അത്തരമൊരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നമ്മളെപ്പോഴും മനുഷ്യൻ സദാസമയവും ഒരു കാര്യം പറയുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ, ഒരാളോട് കൂട്ടുകൂടുമ്പോൾ, സംസാരിക്കുമ്പോൾ, ചാറ്റ് ചെയ്യുമ്പോൾ, അല്ലേ, എല്ലാ സമയത്തും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ്. ശരിയും തെറ്റും, നേരും നന്മയും, നല്ലതും ചീത്തയും. ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നമ്മൾ. തെറ്റിപ്പോയാൽ ഒരായുസ്സാണ് നഷ്ടത്തിലാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരമകാരുണ്യവാനായ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പാപമോചനം നൽകി അനുഗ്രഹിക്കണമേ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഞങ്ങളിൽ നിന്ന് പലതുകൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. രോഗങ്ങൾ കൊണ്ട്, വാർദ്ധക്യം കൊണ്ട്, മക്കളില്ലാത്തത് കൊണ്ട്, മക്കളുടെ രോഗങ്ങൾ കൊണ്ട്, പ്രിയപ്പെട്ടവരുടെ വേർപാട് കൊണ്ട് ഒക്കെ വിഷമിക്കുന്നവർ. അള്ളാഹു അവർക്കെല്ലാം ആശ്വാസം നിറഞ്ഞ പരിഹാരം പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, വിഷമിക്കുന്ന മനുഷ്യർക്ക്, സങ്കടപ്പെടുന്ന മനുഷ്യർക്ക് അവരുടെ നേരെ തിരിയുന്നൊരു മനസ്സ്, അവരുടെ നേരെ കനിവോടെ തിരിയുന്നൊരു ഹൃദയം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ പ്രിയപ്പെട്ടവർ, വല്യുപ്പമാർ, വല്യുമ്മമാർ, മാതാപിതാക്കളിൽപ്പെട്ടവർ, ഗുരുജനങ്ങളിൽപ്പെട്ടവർ, ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം അവരുടെ ഖബർ ജീവിതത്തിൽ നീ ചൊരിഞ്ഞു കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ഉന്നതമായ സ്വർഗാരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أحيينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم صل وسلم على نبيك محمد وآله وأصحابه وسلم. الحمد لله رب العالمين. الحمد لله رب العالمين.